ദൈവത്തിരുനാമത്തിന് മഹത്വം. ബഹുമാനനായ വികാരിയച്ഛൻ, പ്രിയപ്പെട്ട സമാസം, മിശിഹായിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരരെ, കാലം തികഞ്ഞിരിക്കുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുക, സുവിശേഷം വിശ്വസിച്ച് എന്നരുടെ ചെയ്ത നസ്തറായ യേശുവിന്റെ നാമത്തിൽ ആത്മീയ സദസ്സിന് അഭിവാദനമാണ്. ഇന്ന് ഈ സായാഹ്ന സമയത്ത് ഈ രാജ്യത്തെ കടന്നു വരുവാനും മിശിഹായുടെ സാക്ഷിയായി നിൽക്കുവാനും എന്നെ തെരഞ്ഞെടുത്ത പ്രപഞ്ചത്തിന്റെ കർത്താവാം ദൈവത്തിന് പരിശുദ്ധമായി അമ്മയുടെ തിരുനടയിൽ ശിരസ് നമിച്ച് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് വചന പ്രഘോഷണ ആരാധനയ്ക്കായിട്ടൊരുങ്ങുമ്പോൾ ഈ കർണകടോര ശബ്ദം ശ്രദ്ധിക്കുന്ന ശ്രോതാക്കളെവരെയും പൈതൃക വാത്സല്യപൂർവ്വം വചന കൂടാരങ്ങളിലേക്ക് ശബ്ദപരിധിയിലേക്ക് വിനയപുരസ്സരം ഞാൻ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയോടുകൂടി ഇതിന് തുടക്കം മുതൽ എല്ലാവരും ശ്രദ്ധിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് സിംഗപ്പൂര് കടന്നു വരുന്നത്. വരുവാൻ ഇടയായി തീർന്ന ഈ സമയം തന്നെ സർവശക്തന ദൈവമായിട്ട് ഈ മണ്ണിൽ കാലുകുത്തുവാൻ ദൈവം ഒരുക്കി തന്ന അവസരങ്ങൾക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. 3 ദിവസക്കാലം ഇവിടെ നടത്തപ്പെടുന്ന ഈ വചന ശുശ്രൂഷയിൽ ദൈവമക്കളെ തുടർച്ചയായി ദൈവവചനത്തിന് മുമ്പാകെ നമ്മൾ ഇനി ആയിരിക്കാനായിട്ട് പോകുകയാണ്. പടിഞ്ഞാറ് ചക്രവാളത്തിൽ സൂര്യൻ തന്റെ പ്രഭയെ മറയ്ക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുമ്പോൾ അസ്തമിക്കാത്ത സൂര്യനാകുന്ന കർത്താവിന്റെ മാറ്റമല്ല തിരുവചനം നമ്മുടെ ഹൃദയത്തിനകത്ത് ഉയരപ്പെടുവാൻ തക്കവണ്ണം നിങ്ങൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാതോർത്ത് കാത്തിരിക്കുന്ന പോലെ ഈ വചന ശുശ്രൂഷയിൽ സഹകാരികളായി തീരണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊരു ധ്യാന ശുശ്രൂഷയാണ്, ഒരു കൺവെൻഷൻ പ്രസംഗമല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദൈവങ്ങൾ ഇനിയുള്ള സമയം പ്രസംഗിക്കുക ദുഷ്കരമായ ഒരു കാര്യമാണ്. അല്പം ചൂട് കാപ്പിയൊക്കെ കുടിച്ച് ഒരു ബിസ്ക്കറ്റൊക്കെ തിന്ന് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. ചില ആളുകളൊക്കെ പടവലങ്ങയ്ക്ക് പന്തലിട്ടതുപോലെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടി 9 മണിക്കാണ് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുന്നത്. അതുപോലെ നിങ്ങൾ സഹിച്ച് കടിച്ച് പിടിച്ച് ക്ഷമിച്ചിരിക്കണം. ഇടയ്ക്ക് കൈകാൽ കോച്ചിപ്പിടുത്തം, കട്ടുകിഴപ്പ്, മരവിപ്പ്, വാദമൊക്കെ മാറാൻ വേണ്ടിയിട്ട് മെസ്സേജിന്റെ ഇടയിൽ എഴുന്നേൽപ്പ് ചേർത്തി ഒരു പാട്ട് പാടും. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ ഇരിക്കണം. എന്നോട് കൂടെ സഹകരിക്കണം. പ്രസംഗം തീരുന്ന സമയം വരെയും എന്നോട് കൂടെ നിങ്ങൾ യാത്ര ചെയ്യണം. ദൈവത്തിനുണ്ടാകട്ടെ. ഒത്തിരി കാര്യങ്ങൾ പറയാനും പഠിപ്പിക്കാനൊക്കെ ഉണ്ട്. എന്റെ പ്രസംഗം കേട്ടിട്ടുള്ള ആളുകൾ പലരും ഇവിടെ ഇരിക്കുന്നുണ്ട്. പ്രത്യേക ശൈലിയും പ്രത്യേക ശുശ്രൂഷയുമാണ്. നിങ്ങൾക്കത് എങ്ങനെ ദഹിക്കും എന്നെനിക്കറിയുകയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശൈലിയിലേക്ക് ഒരു പരിധി വരെ ഇറങ്ങി വരാൻ ശ്രമിക്കാം. ദൈവത്തിനുണ്ടാകട്ടെ. ഞാൻ സാധാരണ നിന്ന് പ്രസംഗിക്കാറില്ല, നടന്നൊക്കെ പ്രസംഗിക്കാറുള്ളൂ. പ്രസംഗം തുടങ്ങിയാൽ ഇടിവാട് പോലെ ചോദ്യം ഉണ്ടാകും. സിംഗപ്പൂരുകാരും മെന്നൽ പോലെ മറുപടി പറയും. ഒരു മഴയ്ക്ക് മുന്നോടിയായിട്ട് കടന്നു വരുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇടിയും മിന്നലും കഴിഞ്ഞാൽ തൊട്ട് പറയുന്നുണ്ടാകും, കേട്ടില്ല, മഴയുണ്ടാകും. ഇവിടെ മഴയില്ലായിരിക്കും. ഞാൻ നാട്ടിൽ നിന്ന് വന്ന ഒരു നാടൻ പുരോഹിതനായതുകൊണ്ട് ഞാൻ ചില വാക്കുകളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അത് അതിശയോക്തിയായി തോന്നിയേക്കാം, മനസ്സിലാകാത്ത കാര്യമായി പരിണമിച്ചേക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ മക്കളെ, എൻ്റെ വാക്കുകൾ ഇവിടെ ഇരിക്കുന്ന വിദ്യാഭ്യാസമുള്ളവർക്കും ഇല്ലാത്ത കാര്യമില്ലെന്ന് എനിക്കറിയാം. വചനത്തിൽ നിശ്ചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ മനസ്സിലാകുന്ന ശൈലിയിൽ ദൈവത്തിന്റെ വചനം ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ അംഗൻവാടി പിള്ളേരെ ടീച്ചർ പഠിപ്പിക്കുന്നതിനേക്കാൾ നേർപ്പെടുത്തി തമ്പുരാന്റെ വചനത്തിൽ ഞാൻ സന്ദേശം പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇനി അസ്വസ്ഥരാകരുത്. പുറത്തു പോകണം എന്നുള്ളവർക്ക് ഇപ്പോൾ പുറത്തു പോകാം. അതുകൊണ്ട് എല്ലാവരും സഹകരിച്ച് ശ്രദ്ധയോടെ ഇരിക്കണം. അഭിവന്ദനാകുന്ന നമ്മുടെ വികാരി അച്ഛൻ ശക്തമായ ഒരു തിരുവചനത്തിന്റെ ദൂത് ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ ഓർക്കുകയായി പരിശുദ്ധ ബലിപീഠത്തിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ചില സത്യം ബോധ്യപ്പെടുത്തി. വചനത്തിന്റെ ചേർച്ചയും ആത്മാവിന്റെ ഐക്യവും എത്ര ശക്തമാണെന്ന് ഞാൻ അച്ഛൻ പ്രസംഗിച്ച സമയത്ത് ഇരുന്ന് ഓർക്കുകയായി. ഞാൻ അതിന്റെ ചുവട് പിടിച്ച് ഒരു തിരുവചന ആരാധനയ്ക്കായിട്ടാണ് ഒരുങ്ങുന്നത്. ദൈവമക്കൾ എല്ലാവരും ഇനിയുള്ള സമയത്ത് എന്നോടുകൂടെ യാത്ര ചെയ്ത്
ഈ വചന ശുശ്രൂഷ ഏറ്റവും ശ്രദ്ധകരമാക്കി തീർക്കുവാൻ ഒരുങ്ങണം, സഹകരിക്കണം ഓർമ്മപ്പെടുത്തി മുഖവുരകൾക്ക് വിരാമം കുറിച്ച് അടിക്കുറിപ്പെഴുതി അവസാനിപ്പിച്ച് തിരുവചന ദൂതുകൾക്കായിട്ട് ഒരുങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ പ്രൗഢമായ തിരുവചനത്തിന്റെ നിർമ്മലമായ ദൂത് നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാമത്തെ തിരുവചനം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 6:27 തിരുവചനം. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കുക. കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, ഞങ്ങളെ വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, അനുഗ്രഹിതമായ ദിവസത്തിന് നല്ല സന്ധിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഒരു വർഷക്കാലം ഞങ്ങൾ പ്രതീക്ഷയുടെ കാലത്തിന് റിട്രീറ്റ് സമാഗതമായി. അതിന് പരിശുദ്ധമായ 1-ാമത്തെ രാത്രിയിൽ ഈ പരിപാവനമായ ദൈവാലയത്തിൽ കടന്നു വരുവാനും ദൈവമേ ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനത്തിന്റെ പിന്നാമ്പുറത്തെ ശിരസ് നമിച്ച് അങ്ങേ ആരാധിപ്പാനും ഞങ്ങളെ അവിടെ നിയോഗിച്ച വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവായ ദൈവമേ, ഇന്ന് രാത്രി കാലത്തെ പരിശുദ്ധി ആരാധനയ്ക്കായി ഏഴകൾ തെരഞ്ഞെടുത്ത് വായിച്ച പരിശുദ്ധമാം തിരുവെഴുത്തിന് നാഥന്റെ തൃക്കൈകളിലേക്ക് സമർപ്പിക്കുന്നു. പുരുഷാരത്തെ മനസ്സറിഞ്ഞ ദൈവമേ, ഈ സായാഹ്ന സമയത്ത് പരിശുദ്ധമായ തിരുവചനത്തെ അങ്ങ് തൃക്കൈകളിൽ എടുക്കണമേ, അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തണമേ. പാറവിലി തറുകായാകുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തെ കാണിച്ച് വാഴ്ത്തി നുറുക്കി അടികൾ ദാനമായി തരണമേ. വചനമാതൃക നടിയനെ തൃക്കൈകളിലേക്ക് സമർപ്പിക്കുന്നു. ബലഹീനദാസനോട് കാരുണ്യം കാണിച്ച് ക്രൂസിനോട് ചേർത്ത് കവിഞ്ഞൊഴുകുന്ന ആരാധന ക്രമീകരിപ്പാൻ തിരുമേനിക്ക് തിരുവള്ള തോന്നണമേ. ഞങ്ങൾക്ക് നേതൃത്വം പകരുന്ന ഞങ്ങളുടെ പ്രിയങ്കരനാകുന്ന അച്ഛൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ നയിപ്പാൻ കൃപ കൊടുക്കണമേ. പ്രിയപ്പെട്ട സമാജം മാനിക്കണമേ. അഭിഷേകത്തോടെ നിർത്തി അനുഗ്രഹിക്കണമേ. പാടുന്ന കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കണമേ. ശബ്ദത്തെ വെളിച്ചത്തെ അനുകൂലമാക്കണമേ. ഈ കൂടാരത്തിനകത്ത് പരിശുദ്ധമായ ആലയത്തിന്റെ പ്രാകാരത്തിനകത്ത് ഇരിക്കുന്ന മക്കളിൽ മേൽ ആത്മാവ് വൈതറങ്ങണമേ. ഇന്ന് പകർക്കാലം ദൈവത്തിന്റെ പരിശുദ്ധം നിറഞ്ഞ് എല്ലാവരും സമാധാനത്തോടെ സ്വസ്ഥതയോടെ മടങ്ങിപ്പോകാൻ ഇടയാക്കണമേ. വചന ശുശ്രൂഷ തടസ്സം നിൽക്കുന്ന എല്ലാവിധമായ അന്ധകാര ശക്തികളും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. പരിശുദ്ധ രക്തം ജയമെടുക്കട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ, ഏഴുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആയുധ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധയാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും സ്വരമുയർത്തി ഒരാമേൻ പറഞ്ഞേ. കേട്ടില്ല? അച്ചായമാര് മാത്രം, ചേട്ടത്തിമാര് മാത്രം, എല്ലാവരും ചേർത്ത്. എന്താണ് ആമീൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? അങ്ങനെ തന്നെ സത്യം. മാത്തുക്കുട്ടി തോക്കുവാറിയച്ഛൻ സിംഗപ്പൂർ സെന്റ് മേരീസ് കത്തീഡ്രൽ ദൈവാലയത്തിന്റെ പ്രൗഢമായ അങ്കണത്തിൽ അവതരിപ്പിച്ച പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പറയാൻ താല്പര്യമുള്ളവർക്ക് പറയാം, ഇല്ലാത്തവർ പറയണമെന്നില്ല. ദൈവത്തിനുണ്ടാകട്ടെ. ഞാൻ ആ ഭാഗമൊക്കെ അങ്ങ് ചുരുക്കുകയാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് ഞാൻ ആമുഖമായിട്ട് ഒന്നുകൂടെ അറിയിക്കുകയാണ്. ഇതൊരു ധ്യാന ശുശ്രൂഷയാണ്, കൺവെൻഷൻ പ്രസംഗമല്ല. അതുകൊണ്ട് വളരെ സാവധാനത്തിൽ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുക. എനിക്ക് അങ്ങനെ അറിയത്തില്ല, എങ്കിൽ പോലും ഞാൻ നിങ്ങളുടെ ശരീരത്തിൽ കടന്നു വരാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാം തിരുവചനത്തിലൂടെ ഇങ്ങനെയാണ് നമ്മൾ വായിച്ചു കേട്ടിരിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കുവേ. വചനം നോട്ട് ചെയ്യുന്നവരും അണ്ടർലൈനിലിടുന്നവരും അടിക്കുറിപ്പിടുന്നവരും അത് കഴിഞ്ഞിട്ട് ശിരസുയർത്തി നയനം തുറന്ന് ഈ വേദിയിൽ കണ്ണുനട്ട് കാത്തിരിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. എന്റെ മലയാളം മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ദൈവത്തിനുണ്ടാകട്ടെ. പ്രിയപ്പെട്ട ഈ മക്കളെ, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കുമെന്ന് യോഹന്നാൻ 6:27 ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവാകുന്ന യേശു നമ്മുടെ ലോകത്ത് കടന്നു വന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. എന്ത് ചെയ്തു? ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം, എങ്കിലേ മറുപടി പറയാൻ കഴിയത്തുള്ളൂ. കർത്താവാകുന്ന യേശു നമ്മുടെ ലോകത്ത് കടന്നു വന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. കുരുടനെ കാഴ്ച കൊടുത്തു, മുടന്തനെ നടത്തി, പക്ഷപാതം പിടിച്ച് കിടന്ന മനുഷ്യരോട് പറഞ്ഞ കുഞ്ഞ് കൂടപ്പുറപ്പെ കട്ടിലെടുത്ത് കുടുംബത്തിൽ പോകും. ബെത്സയിദ എന്ന് പറയുന്ന ഗ്രാമത്തിൽ പ്രപഞ്ചത്തിന് സൃഷ്ടാവായ അച്ഛൻ കൊച്ചൻ എഴുന്നള്ളി വന്ന് കേട്ടപ്പോൾ സമൂഹത്തിന് നാനാ തുറവിൽപ്പെട്ട അനവധി ആളുകൾ തമ്പുരാന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി അവിടെ കടന്നു വന്നു. കർത്താവാകുന്ന യേശു തമ്പുരാൻ ഈ ജനത്തെ കണ്ടിട്ട് അവരോട് പ്രസംഗിച്ച തിരുവചനം എന്ന് പറയുന്നത് ദൈവരാജ്യത്തെ കുറിച്ചായിരുന്നു.
എന്തായിരുന്നു പ്രസംഗ വിഷയം? കേട്ടില്ല. ദൈവരാജ്യം. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ കർത്താവ് പൂർത്തീകരിച്ചതിന് ശേഷം, പ്രസംഗം നിർത്തിയതിനു ശേഷം ജനത്തിന് മേൽ മനസ്സറിഞ്ഞു അവരുടെ മേൽ കൈകളെ വെച്ച് രോഗികൾക്ക് സൗഖ്യം കൊടുത്തു എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. എന്നാൽ പ്രസക്തമായ ഒരു സംഭവം ഇവിടെ വെളിപ്പെടുത്തി ഞാൻ താഴേക്ക് പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ അടുക്കൽ ശിക്ഷകണങ്ങൾ കടന്നു വന്നിട്ട് ഇങ്ങനെ വെളിപ്പെടുത്തി, കർത്താവ്, സിംഗപ്പൂർ പള്ളിക്കകത്ത് ഈ ജനക്കൂട്ടം ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. ഇവരെ പറഞ്ഞ് ഭവനങ്ങളിലേക്ക് പറഞ്ഞയക്കണം, ഇല്ല ഈ ജനം വഴിയരികിൽ തളർന്നു വീഴും. കർത്താവ് കൊടുത്ത മറുപടി, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കും. എന്താ പറഞ്ഞേ? കേട്ടില്ല. ദൈവമക്കളെ, ശിഷ്യന്മാരോട് കർത്താവിനടുക്കൽ ഈ സന്ദേശം ഉന്നയിച്ചപ്പോൾ കർത്താവിന് ഈശോക്ക് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കും. പരതി നോക്കി, അന്വേഷിച്ചു, കണ്ടു കിട്ടിയതായ സംഗതി എന്ന് പറയുന്നത് 5 അപ്പവും 2 മീനും. എത്രയപ്പം? എത്ര മീന്? അപ്പവും മീനും നല്ല കോമ്പിനേഷനാണ്. അത് പഠിപ്പിക്കാൻ പോകുന്നത് നോമ്പുകാലമായതുകൊണ്ട്. എന്നാൽ പരതി കെട്ടി അന്വേഷിച്ച് കണ്ടെത്തിയതായ 5 അപ്പവും 2 മീനും പ്രപഞ്ചത്തിലെ ദൈവത്തിന്റെ കയ്യിൽ ഫലമേൽപ്പിക്കുകയാണ്. ഈ അപ്പം വാങ്ങിയ കർത്താവ് ശിഷ്യരെ നോക്കിക്കൊണ്ടിങ്ങനെ പറഞ്ഞു, ഈ ജനക്കൂട്ടത്തെ പന്തി പന്തിയായിട്ട് 50 വീതം ഇരുത്തണം. ഹല്ലേലൂയ. എങ്ങനെ ഇരുത്തണം? അത് അരമണിക്കൂർ പ്രസംഗിക്കേണ്ടതാണ്. ഇവിടെ ഞാൻ ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ബെത്സയിദ ഗ്രാമത്തിനകത്ത് തടിച്ചുകൂടി പുരുഷാരത്തെ 50 വീതം പന്തി പന്തിയായിട്ടിരിക്കണം. എങ്ങനെ ഇരുത്തണം? കേട്ടില്ല. സ്വരമുയർത്തി, ശബ്ദമുയർത്തി, അഭിഷേകത്തോടെ. എന്തേ മിണ്ടാത്തത്? 9 മണിക്ക് പ്രസംഗം തീരുകയുള്ളൂ, അതുവരെ മറുപടി പറയണം. ദൈവമക്കളെ, കർത്താവാകൻ യേശു തമ്പുരാന്റെ അടുക്കൽ കടന്നു വന്ന ജനക്കൂട്ടം 50 വീതമായി പന്തി പന്തിയായിട്ട് ഇരുന്നു എന്ന് ബോധ്യമായപ്പോൾ പ്രപഞ്ചത്തിന് ദൈവം തന്റെ പരിശുദ്ധമായ തൃക്കൈകളിൽ അപ്പമെടുത്തു. സർവശക്തനായ ദൈവത്തെ കാണിച്ച് വാഴ്ത്തി നുറുക്കി ഈ ജനതയ്ക്ക് വിഭജിച്ചു കൊടുത്തു. അപ്പം നിന്ന് ഭവനങ്ങളിലേക്ക് കടന്നുപോയി പുരുഷാരത്തിൽ ആണുങ്ങളുടെ കണക്ക് ദൈവത്തിന് വചനം വെളിപ്പെടുത്തി. എത്രയായിരുന്നു? ഏകദേശം 5000-ഓളം ആണുങ്ങളായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു ആണുങ്ങൾ? 5000-ഓളം ആണുങ്ങൾ. ഞാനിപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഇവിടുത്തെ കണക്കിനകത്തും ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരെക്കാൾ അധികം ആരുണ്ട്? ഇവിടെ സ്ത്രീകളുണ്ട്. ബന്ധവും വ്യത്യസ്തമായിരിക്കാൻ സാധ്യതയില്ല. 5000 പുരുഷന്മാരുണ്ട് എങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആര് കാണും? സ്ത്രീകൾ കാണും. ദൈവമക്കളെ, ഏകദേശം ഒരു 10000-ഓളം വരെ ജനക്കൂട്ടം തമ്പുരാന്റെ അടുക്കൽ കടന്നു വന്ന് അപ്പം തിന്ന് ഈ ജനക്കൂട്ടം ദൈവമക്കളെ മലയടിവാരപ്പെട്ട് കടന്നു പോകുന്ന സമയത്ത് ജനക്കൂട്ടം എത്തിച്ചേർന്ന നിഗമനം, തീരുമാനം, ആശയം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: യേശു മിടുക്കനാണ്. ആരാണ്? കേട്ടില്ല. യേശു മിടുക്കനാണ്, കാര്യപ്രാപ്തിയുള്ളവനാണ്, കാര്യങ്ങൾക്ക് കൊള്ളാം. ഈ തമ്പുരാനെ നമുക്ക് രാജാവാക്കാം. ആരാക്കാം? കേട്ടില്ല. സ്വരമുയരട്ടെ. മലയടിവാരം വിട്ട് അപ്പം തിന്ന് മിട്ടാന ഭോജനം വെട്ടിപ്പിഴിഞ്ഞ് ദൈവമക്കളെ ഭവനങ്ങളിലേക്ക് കടന്നു പോകുന്ന ജനക്കൂട്ടം എത്തിച്ചേർന്ന നിഗമനം, തീരുമാനം, ആശയം എന്ന് പറയുന്നത് യേശു കാര്യങ്ങൾക്ക് കൊള്ളാം, മുന്നിൽ നിർത്താൻ കൊള്ളാം. ഈ തമ്പുരാനെ നമുക്ക് ആരാക്കാം? രാജാവാക്കാം. രാജാവാക്കാൻ വേണ്ടി ജനക്കൂട്ടം നിഗമനമെടുക്കുമ്പോൾ, തീരുമാനമെടുക്കുമ്പോൾ ഈ മണ്ടരിയടച്ച മനുഷ്യക്കോലങ്ങളെ കണ്ടിട്ട് പ്രപഞ്ചത്തിന് സൃഷ്ടാവായ ദൈവം ഇങ്ങനെ വെളിപ്പെടുത്തി: മക്കളെ, നശിച്ചു പോകുന്ന ആകാരത്തിനായിട്ടല്ല, നിത്യം നിൽക്കുന്ന ആകാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കുവേൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ.